നിന്നെ അകത്തേക്ക് വിടരുതെന്നും തല്ലി ഓടിക്കണമെന്നുമാണല്ലോ ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞത്. പിന്നെ നീ എങ്ങനെയാടി അകത്ത് കിടന്നത്? എന്താടി എന്താ നിന്റെ ഉദ്ദേശം? ദുരുദ്ദേശമൊന്നുമില്ല. ഇന്ന് ദിയമോളുടെ മാസപ്പിറന്നാളാ. മോളുടെ പേരിൽ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്തി. അതിന്റെ പ്രസാദം കൊടുക്കാനാ വന്നത്. ഇതാ മോളെ പ്രസാദം. നീയൊരു പ്രസാദം? സെക്യൂരിറ്റി, 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 സെക്യൂരിറ്റി! എന്ത് ധൈര്യത്തിലാണോ ഇവളെ ഇങ്ങോട്ട് കടത്തി വിട്ടത്? ഇവര് വീണ്ടും വന്നോ? അത് താൻ എന്നോടാണോ ചോദിക്കുന്നത്? സത്യമായിട്ട് ഞാൻ കടത്തി വിട്ടില്ല മാഡം. ഫ്രണ്ട് ഗേറ്റിലൂടെ ഈ സ്ത്രീ അകത്ത് കടന്നിട്ടേ ഇല്ല. മറ്റെന്തോ സൂത്രപ്പണിയിലൂടെ അകത്ത് കടന്നാവും. ഇവൾക്കറിയാത്ത സൂത്രപ്പണികളൊന്നുമില്ല. ഇവൾ ആരാന്നറിയോ നിനക്ക്? പിള്ളേരെപ്പെടുത്തക്കാരിയാ, പിള്ളേരെപ്പെടുത്തക്കാരി. ദിയമോളെ തട്ടിക്കൊണ്ടുപോയി കയ്യും കാലും തല്ലി ഒടിച്ച് ഭിക്ഷ എടുപ്പിക്കാനാ ഇവള് വന്നിരിക്കുന്നത്. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം ഇവളെയൊക്കെ. അല്ല, വന്ദനാമ്മ അങ്ങനത്തെ ഒരാളല്ല. മിണ്ടി പോകരുത്. ഇനി ഇവളെ ഈ കോമ്പൗണ്ടിലോ പരിസരത്തോ കണ്ടാ തന്റെ പണി ഞാൻ തെറിപ്പിച്ചിരിക്കും. മനസ്സിലായോ? ഇവളെ പിടിച്ച് പുറത്താക്കണോ? വന്ദനാമ്മ പോവല്ലേ? വിളിച്ചോണ്ട് പോളോ ഇവളെ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ. നടക്കണി ഇങ്ങോട്ട്. വന്ദനാമ്മ പോവല്ലേ? അവിടെ ഒരു വന്ദനമ്മ. ആ കുട്ടിയുടെ പൊടി പോലും കാണുന്നില്ലല്ലോ. അകത്തുണ്ടോ? അതോ എന്തെങ്കിലും ആപത്തിപ്പെട്ടോ? ആരോടൊന്ന് അന്വേഷിക്കേണ്ടത്? സെക്യൂരിറ്റി കണ്ടു നോക്കാം. മേലിൽ ഇവിടെ കാണാൻ കണ്ട അടിച്ച് നിന്റെ പല്ല് തെറിപ്പിക്കും ഞാൻ. അടിച്ച് പല്ല് തെറിപ്പിക്കുന്നോ? എന്താന്ന് അടിക്കണം? എന്താടോ സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറുന്ന എനിക്കറിയില്ലേ? അത് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണോ? എന്നെ കാണിക്കാൻ വേണ്ടി ഷോ ഒന്നും കാണിക്കണ്ട. ചെയ്ത ഉപകാരത്തിന് നന്ദി. അല്ല കുട്ടി, ശ്യാമേ, എനിക്കൊരു കാര്യം അറിയണം. ഞാൻ ചോദിച്ചാ നീ സത്യം പറയോ? നോക്കട്ടെ, നീ ചോദിക്ക്. നീ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. ആരാ ആ പെൺകുട്ടി? അത് ഇനിയെങ്കിലും പറയൂ. പക്ഷേ ഇത്രയും കാലമായിട്ട് ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടി ആരാന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, നീ പറ. ഇത്രയും കാലമായിട്ടും ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് മനസ്സിലാക്കാത്ത നീ ഒരു മരമണ്ടിയാ. ആയിക്കോട്ടെ, അവൾ ആരാണെന്ന് പറ. ശ്യാമേ, ഇനി ഒരു പക്ഷേ നീ പ്രേമിക്കുന്ന പെണ്ണ് ഞാനായിരിക്കോ? എങ്കിൽ നിനക്കതിനോട് തുറന്നു പറഞ്ഞൂടെ? അത് കേൾക്കാൻ ഞാൻ കാതോർത്തിരിക്കുകയല്ലേ ശ്യാമേ. പറയട്ടെ ഞാൻ?
ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണിൻ്റെ പേര്? പറ പറ. ശ്യാമേ. പതുക്കെ, സൂക്ഷിച്ച്. എന്താ ശ്യാമ ഇതൊക്കെ? അയ്യോ, വണ്ടി മറിഞ്ഞല്ലോ. ശ്യാമിന് വല്ലതും പറ്റിയോ? ശ്യാം എവിടെ? ആരാണ് ശ്യാം? വർഷയുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് അല്ലേ? അതെ. ഒരു സാഹസ പ്രവൃത്തി ചെയ്തിട്ടാണല്ലോ വർഷയ്ക്ക് കോളേജിൽ നിന്ന് സമ്മാനം കിട്ടിയത്. ആ പ്രവൃത്തി ചെയ്യുമ്പോ ശ്യാമും വർഷയോടൊപ്പം ഉണ്ടായിരുന്നു അല്ലേ? അതെ. എന്നാ ശ്യാമും കൂട്ടുകാരൊക്കെ വർഷയുടെ ഭൂതകാലമായിരുന്നു. ഇനി വർഷയുടെ വർത്തമാനകാലവും ഭാവി കാലവും ഒക്കെ ഞാനാ. വിക്രം കെ മേനോൻ. മനസ്സിലായോ? ഇനിയും കണ്ണുമൂടി കെട്ടാനാണോ? ആ, സർപ്രൈസ് കഴിഞ്ഞിട്ടില്ല. ഞാനിത് എവിടെയാ? എങ്ങനെ ഇവിടെ എത്തി? അതെ, ഇതൊരു ഹൗസ് ബോട്ടാ. ഇപ്പോ ഇതാണ് വർഷയുടെ ലോകം. ഈ ലോകത്തിപ്പോ കോളേജും ശ്യാമും കൂട്ടുകാരും ഒന്നുമില്ല. ഒപ്പമുള്ള ഒരേ ഒരു കൂട്ടുകാരൻ ഈ വിക്രം മാത്രം. എന്താ ഇനിയും വർഷ സ്വപ്ന ലോകത്ത് നിന്നും യഥാർത്ഥ ലോകത്തിലേക്ക് തിരിച്ചെത്തിയില്ലേ? കുടിക്കുക. ടൈറ്റാനിക്കിലെ നായകനും നായികയും ചെയ്തതുപോലെ കപ്പൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. തൽക്കാലം ഇതൊരു ട്രെയിലറായി കണ്ടാൽ മതി. വിവാഹത്തിന് ശേഷം ഈ രംഗം നമുക്ക് കപ്പലിലോ ആവർത്തിക്കാം. എന്താ? ഇനി മുതൽ വർഷയുടെ ഭാവി ജീവിത രംഗങ്ങളിലെല്ലാം ഞാനാണ് നായകൻ. എന്താ, അതുപോലെ? കുടിക്കേ. എന്താ, യഥാർത്ഥ ലോകത്തിലോട്ട് തിരിച്ചെത്തിയോ? എത്തി. കർച്ചീഫ് കൊണ്ട് എന്റെ കണ്ണ് കെട്ടിയത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എന്നെ കാറിൽ വെച്ച് കണ്ണ് കെട്ടി എടുത്തോണ്ട് പോയി. പിന്നെ എപ്പോഴാണ് നമ്മൾ ഹൗസ് ബോട്ടിൽ എത്തിയത്? കണ്ണ് കെട്ടത്തിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. വർഷയ്ക്ക് ഇഷ്ടമുള്ള സ്വപ്നം കാണാൻ ഒരു സർപ്രൈസ് ഒരുക്കിയതാ. എന്താ? വാ. പൊന്നാതിരേ അഴകേ, നിന്നോർമ്മയിൽ നിറയാം നീ എന്ന നീർപ്പളുങ്കിൽ ഞാനിന്നു ചേർന്നുണരാം. പ്രാണന്റെ പൂവിതളിൽ
കുട്ടി കുട്ടി ഒന്ന് നിൽക്ക്. എന്താ പറ്റിയേ? പറഞ്ഞിട്ട് പോ. എന്താ ഉണ്ടായത്? അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആരെങ്കിലും കുട്ടി ഉപദ്രവിച്ചോ? അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സഹായം ഇനി എനിക്ക് ആവശ്യമില്ല. ചെയ്ത ഉപകാരത്തിന് നന്ദി പറഞ്ഞതോടെ ആ കടപ്പാടം തീർന്നു. അതെ, ഇനി അകത്ത് ആരെങ്കിലും കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പറ. മേലിൽ ഒരു ശല്യം ഉണ്ടാകുന്നത് ഞാൻ നോക്കിയോളാം. എനിക്കിപ്പോ ശല്യം നിങ്ങളാ. മേലിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ പിറകെ വരരുത്. ഏയ്, എന്റെ കൂടെ ബൈക്കിൽ കയറുന്ന അവള് പെട്ടെന്ന് എന്തുകൊണ്ട് എങ്ങനെ പെരുമാറുന്നത്? ഒരുപക്ഷെ നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണായതുകൊണ്ടായിരിക്കും. അവൾ എന്റെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. കൈ പിടിച്ചോടിക്കാനാണോ നിന്നോട് പറഞ്ഞേ? മര്യാദക്ക് തിരുമടാ. ഇവിടെ നോക്കി. അതൊക്കെ ഉണ്ട്. സർപ്രൈസാ. ചന്ദ്രു ഇതാ വരുന്നു മാധവേട്ട. എന്താ മാധവേട്ട? ഇന്ന് വർഷയുടെ പിറന്നാളല്ലേ ചന്ദ്രു? ആഘോഷിക്കണ്ടേ? വർഷയെ വിളിക്കേ. ആ, വർഷയെ മാത്രമാക്കണ്ട, എല്ലാരെയും വിളിച്ചോ. എന്താ എന്താ ആരെയും വിളിക്കാത്തെ? അത് പിന്നെ മക്കളെ, വർഷ ഇവിടെ ഇല്ല. അവളെവിടെ പോയി? അത് വെളുപ്പിന് നീ പുറത്തേക്ക് പോയി കുറെ കഴിഞ്ഞപ്പോ വിക്രം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വർഷയും കൂട്ടി പുറത്തോട്ടൊന്ന് പോയിരിക്കുക. അപ്പോ കാര്യങ്ങൾ അത്രത്തോളമൊക്കെ ആയി അല്ലേ? നിന്റെ അനുവാദമില്ലാതെ വർഷമോളും ചന്ദ്രികയെ തന്നിഷ്ടം കാണിച്ചു എന്നൊരു സൂചന അതിനുണ്ടല്ലോടാ മോനെ. സുചിത്ര, ഹരിത, എന്തിന് വന്ദനയും കൂടെ പറഞ്ഞിട്ടാ ചന്ദ്രിക അവളെ വിക്രമിന്റെ കൂടെ വിട്ടത്. അച്ഛന്റെ അനുവാദമില്ലാതെ വിക്രമിന്റെ കൂടെ പോകുന്നതിന് വർഷയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാനും കൂടി പറഞ്ഞു, എന്നിട്ടാ വർഷ പോയത്. വിക്രം നല്ലവനല്ലേ മക്കളെ? പിന്നെ വിവാഹത്തിനു മുമ്പ് അവര് തമ്മിൽ കൂടുതൽ പരിചയപ്പെടുന്നതും നല്ല കാര്യല്ലേ? വിവാഹം കഴിയുന്നതിന് മുമ്പ് പെണ്ണ് കെട്ടാൻ പോകുന്ന പയ്യന്റെ കൂടെ പുറത്തു പോവാൻ പാടില്ല എന്ന പഴഞ്ചൻ രീതിയൊക്കെ മാറിപ്പോയില്ലേ? കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറണം. അവര് സന്തോഷായിട്ട് പോയിട്ട് വരട്ടെ. വർഷ വരുമ്പോ ഇവിടെ നമ്മുടെ വക പിറന്നാൾ ആഘോഷം നടത്താം. ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. വർഷമോക്ക് വേണ്ടി വിക്രം ഒരുക്കുന്ന ആഘോഷത്തിന്റെ മുന്നില് നമ്മുടെ പിറന്നാൾ ആഘോഷം വെറും നിസ്സാരം. അത് ശരിയല്ലേ മാധവ? അവര് സന്തോഷിക്കട്ടെ. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. ഓ
എന്റെ ഭഗവാനെ, ഓ, എന്തൊരു വേദന. മാധവേട്ടന് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? അതിന് എനിക്ക് ദേഷ്യം തോന്നാൻ നീ കാരണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതല്ല മാധവേട്ട, കല്യാണം കഴിയുന്നതിന് മുൻപ് വർഷേ വിക്രമിനോടൊപ്പം പറഞ്ഞയച്ചത് തെറ്റായി പോയില്ലേ? ചന്ദ്രികയുടെ ഒരു തീരുമാനത്തിലും തെറ്റ് കണ്ടെത്താൻ എനിക്ക് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. ശേഷിക്കുന്ന ജീവിതത്തിലും അതിന് കഴിയുമോ എന്ന് എനിക്കറിയില്ല. മാധവേട്ടന് സ്നേഹം കൊണ്ട് തോന്നുന്നത് അതൊക്കെ. അങ്ങനെയല്ല ചന്ദ്രു, എനിക്ക് വർഷയുടെ അച്ഛൻ പദവി മാത്രമേ ഉള്ളൂ. നീയാണ് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പെൺമക്കളുടെ കാര്യത്തിൽ അമ്മമാരെടുക്കുന്ന തീരുമാനം ഒരിക്കലും തെറ്റില്ല. മാധവേട്ട, അത് ഇക്കാര്യത്തിലും എന്റെ ചന്ദ്രുവിന് തെറ്റിയിട്ടില്ല. മാത്രമല്ല, അവളെ നീ ചൊല്ലിവിളിക്ക് വളർത്തിയ കുട്ടിയല്ലേ. ഈ ചന്ദ്രികയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ മാധവേട്ടന്? എന്താണ് ആ ഭാഗ്യം? മാധവേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാ. ഇരിക്കാം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ബന്ധം നിന്റെ ഭാവി ജീവിതത്തിന് ഗുണകരമാണെന്ന് നീയും വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ ഞാനെന്ത് പറയാനാ? ഈ ബന്ധത്തിന് സമ്മതിക്കുകയാണ് വേണ്ടത്. വർഷ, എന്താ ആലോചിക്കുന്നത്? വീണ്ടും ഏതോ ഓർമ്മകളിലേക്ക് പോയല്ലേ? ഈ കായൽക്കാറ്റിന് അങ്ങനെ ഒരു കുസൃതിയുണ്ട്. നമ്മൾ മനസ്സിന്റെ ചെപ്പിലിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ഇഷ്ടമുള്ള ഓർമ്മകളെ വെറുതെ മൂടി തുറന്നുവിടും. എന്തായിരുന്നു എന്റെ വർഷയെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോയ ആ ഓർമ്മ? ഏതായാലും വീടല്ല, അപ്പൊ പിന്നെ കോളേജായിരിക്കും. കോളേജും കൂട്ടുകാരും തമാശകളും അങ്ങനെ ഒത്തിരി ഒത്തിരി. അല്ല, ഇവിടെ ഒരു സ്വപ്നതുർത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, അതേതാ? അതോ, ദേ ആ കാണുന്നതാ സ്വപ്നതുർത്ത്. ആ തുരുത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താ? മനസ്സിൽ കുടുങ്ങി കിടക്കുന്ന പഴയ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കാനും പുതിയ സ്വപ്നങ്ങളെ മനസ്സിലേറ്റാനും പറ്റുന്ന ഒരു തുരുത്താണത്. സത്യമാണോ? സത്യം. എന്റെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്ന ശ്യാം എന്ന സ്വപ്നത്തെ എനിക്ക് ആ തുരുത്തിൽ ഉപേക്ഷിക്കണം. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെയല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ആളെ സ്വപ്നമായിട്ട് കൊണ്ടു നടക്കണം. ഞാൻ പറയാം. പക്ഷേ ആ സ്വപ്നത്തുരത്തിൽ ഉപേക്ഷിക്കാൻ എന്തെങ്കിലും സ്വപ്നം ഉണ്ടോളില്ല? വർഷ എന്താ ആലോചിക്കുന്നത്? അങ്ങനെ ഒരു തുരുത്തുണ്ടോന്ന് ആലോചിച്ചതാ. വർഷേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?
എന്നെ ഒരു കാമുകനും ഭർത്താവുമായി കാണാൻ വർഷയ്ക്ക് കഴിയുന്നുണ്ടോ? ദേ, ഈ കായലിന്റെ എണ്ണിയാൽ ഒടുക്കാത്ത ഓളങ്ങളെ സാക്ഷിയാക്കി ഈ ലോകത്തോട് മുഴുവൻ ഞാൻ വിളിച്ചു പറയാൻ പോവാ. I love you, Varsha! Varsha! Varsha, I love you! I love you! I love you! I love you, Varsha! Varsha! ഇനി നമ്മൾ ഈ കായലിലൂടെ പോകുന്നത് ആ സ്വപ്നതുരത്തിലേക്കാണ്, മറ്റൊരു ബോട്ടിൽ.